ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ മുന്നമേ വന്ദനം അറിയിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ദൈവവചനം കേൾക്കാനും ദൈവവചനം പഠിക്കാനുമായി ദൈവം നമുക്ക് തരുന്ന സാവകാശത്തെ ഓർത്തിട്ടാണ്. ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-ാമത്തെ വാക്യം ഞാൻ എടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:36. അവിടെ ദൈവം യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നുള്ളത് എല്ലാവരും നിശ്ചയമായും അറിയണം. ഇന്നത്തെ പ്രസംഗ വിഷയം നിശ്ചയമായും അറിയണമെന്നുള്ളതാണ്, നിശ്ചയമായും ചെയ്യണമെന്നുള്ളതാണ്. നിശ്ചയം, തീർച്ചയാണ്, ഒരു വളരെ വലിയ സേഫ്റ്റിനിറ്റി, ഒരു ഷുവർട്ടി, ഒരു ഉറപ്പ്, നിശ്ചയം, മാറ്റമില്ലാത്ത ഒരു ചിന്ത. അതാണ് ഇന്നത്തെ ആലോചനയ്ക്കായി ഞാൻ എടുക്കുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമേ, ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം നിൻ്റെ വചനം പഠിക്കുവാനും നിൻ്റെ വചനം കേൾക്കുവാനും ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് കൃപയായിരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. മാനസികമായി വേദനിക്കുന്നവർ ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണം കർത്താവേ, അവർക്കെല്ലാം പ്രത്യാശ കൊടുക്കണം കർത്താവേ. എഴുന്നേൽപ്പിക്കണമേ അപ്പ, കൃപയിൽ അവരെ വളർത്തുമാറാകണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമുള്ള ദൈവമക്കളായി തീരണം. പലപ്പോഴും നമുക്ക് സംശയമാണ്, നിശ്ചയമില്ല, അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയാണോ, അവിടെ വിഷയമുണ്ടാകും. ഞാനൊക്കെ ചെറുപ്പകാലത്ത് സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് രാത്രി ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോരുന്നത്. പള്ളി അടുത്താണ്, വീടടുത്താണ്. സുവിശേഷവും കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോരുമ്പോൾ ഒരു വാഴക്കൈ പതുക്കെ പതുക്കെ ചാഞ്ഞ് ഒടിയാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു ഭയം. ആരോ അനങ്ങുന്നുണ്ട്, ആരോ താഴോട്ട് വരുന്നത് പോലെ, ഏതോ ജീവനുള്ള മനുഷ്യൻ്റെ കൈ താഴോട്ടിടുന്നത് പോലെ എന്നൊരു ചിന്ത എന്നെ അലട്ടി തുടങ്ങിയാൽ എനിക്ക് പേടിയായി. ഞാൻ പുറകോട്ട് പോവുകയായി, അല്ലെങ്കിൽ ഞാൻ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ ബഹളം വയ്ക്കാൻ തുടങ്ങും, ഞാൻ അസ്വസ്ഥനാകും, എനിക്ക് വിഭ്രാന്തി പിടിക്കപ്പെടും. എന്നാൽ അതൊരു വാഴയാണ്, വാഴക്കൈയാണ്, ഭയപ്പെടാനില്ല. അങ്ങോട്ട് പോയപ്പോൾ ആ വാഴ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വാഴക്കൈക്ക് അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സമയമായപ്പോൾ അത് പതുക്കെ താഴുന്നതാണ്, ചീഞ്ഞതാണ്, പഴുത്തതാണ്, അത് വാഴയാണ്. ഈ നിശ്ചയം എനിക്കുണ്ടെങ്കിൽ യഥേഷ്ടം ഞാൻ മുമ്പോട്ട് പോരും, ഒന്നും നോക്കാതെ ധൈര്യമായി. ആ നിശ്ചയം എനിക്കില്ലാത്തപ്പോഴാണ് ഞാൻ ഭയന്ന് പുറകോട്ട് പോകുന്നത്. പലപ്പോഴും നമുക്ക് നിശ്ചയം ഇല്ല. ദൈവമക്കൾ ഓർക്കുക, മനസ്സിലാക്കുക, യേശുവിനെ കർത്താവ്, യേശു ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന ഉറപ്പ് നമുക്ക് വേണം. യേശു യേശു എന്ന് പറഞ്ഞാൽ പോരാ, ക്രിസ്തു ശരിക്കും നമ്മുടെ ദൈവമാണ്. അത് നിശ്ചയമായിട്ട് വിചാരിക്കണം, സത്യമായിട്ട് വിചാരിക്കണം. എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു നിശ്ചയം വേണം. നമ്മുടെ മക്കളെക്കുറിച്ച് ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, നിശ്ചയമായും അവർ ദൈവത്തിൽ വളരണം, അവർ ഉറപ്പായിരിക്കണം. ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, നിശ്ചയമായും ഞാൻ അവരെ ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവനും കടപ്പെട്ടവളുമാണ്. തീരുമാനിക്കുക, ദൈവം അനുഗ്രഹം തരും. പക്ഷെ പലപ്പോഴും ഈ ഒരു നിശ്ചയം നമുക്കില്ല. ഭർത്താവ് പറഞ്ഞത് എന്താ, ഭാര്യ പറഞ്ഞത് എന്താ മനസ്സിലാകത്തില്ല. ചില വീട്ടിൽ താഴം വിളമ്പി വെച്ച് കറി കൊണ്ടുവന്ന് മുമ്പിൽ വയ്ക്കും ഭർത്താവിൻ്റെ. ഭർത്താവ് ഭക്ഷണത്തിലൊന്ന് കറിയിലൊന്ന് തൊട്ട് നോക്കിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ശാന്തമായിട്ട് ആ മനുഷ്യൻ ചിലപ്പോൾ പറയും, ഈ കറിക്ക് വളരെ എരിവാണ്,
ഇത് കഴിക്കാൻ പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും അത് അപ്പടിയും കഴിക്കുകയും ചെയ്യും. കലത്തിലുള്ളതും മുഴുവൻ കഴിക്കുകയും ചെയ്യും. എരിവാണെന്നൊരു വാക്ക് പറഞ്ഞു പോയി. കഴിക്കുന്നതുവരെ ഭാര്യ ഒന്നും മിണ്ടില്ല, കുടുംബിനെ ഒന്നും മിണ്ടത്തില്ല. കഴിച്ച് കഴിയുമ്പോൾ തുടങ്ങും. അപ്പോൾ എരിവാന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ്. നിങ്ങളുടെ മക്കൾ കഴിച്ചല്ലോ, എരിവില്ലായിരുന്നല്ലോ. അമ്മ കഴിച്ചല്ലോ, എരിവില്ലായിരുന്നല്ലോ. ഇന്ന് പണിക്കാരുണ്ടായിരുന്നല്ലോ, അവർ കഴിച്ചിട്ട് എരിവില്ലല്ലോ. നിങ്ങൾക്കെന്താ എരിവ്? ഭർത്താവ് ഒരു എരിവേ പറഞ്ഞോളൂ, ഭാര്യ 501 എരിവ് പറയും. നിശ്ചയമില്ല. ഭർത്താവ് എന്തുകൊണ്ട് പറഞ്ഞെന്ന് ഭാര്യയ്ക്ക് നിശ്ചയമില്ല. ഭാര്യ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഭർത്താവിന് നിശ്ചയമില്ല. കുടുംബത്തിൽ അസ്വസ്ഥത. നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്. എനിക്ക് ദോഷമായി അവൾ ചിന്തിക്കില്ല, എനിക്ക് ദോഷമായി അദ്ദേഹം ചിന്തിക്കില്ല. ഇതെൻ്റെ മക്കളാണ്, ഞാൻ അത് വളർത്തണം നിശ്ചയമായും ക്രിസ്തുയേശുവിൽ. സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളിൽ മനസ്സിലാക്കുക, നിശ്ചയമുള്ള ദൈവമക്കളായിരിക്കണം. യേശു ക്രിസ്തു രാജാവാണ്, അവൻ ദൈവമാണ്. അവൻ മടങ്ങി വരുന്നൊരു നിശ്ചയ ഉറപ്പ് വേണം. പീലാത്തോസ് ഒരിക്കൽ യേശുവിനെ വിധിക്കാൻ നേരത്ത് നമുക്കറിയാം, പീലാത്തോസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരും അംഗീകരിക്കാതിരുന്നപ്പോൾ പീലാത്തോസ് ഒരു ചോദ്യം, എന്നാൽ യേശു ക്രിസ്തു എന്ന ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യണം? ഒരു നിശ്ചയമില്ല. പീലാത്തോസിന് പോലും നിശ്ചയമില്ല യേശുവിനെ എന്ത് ചെയ്യണം. രാജാവായിരിക്കാം, ന്യായാധിപനായിരിക്കാം, ശ്രേഷ്ഠമായിരിക്കുന്ന പദവി അലങ്കരിക്കുന്നവനായിരിക്കാം, ഉന്നതനായിരിക്കാം, പക്ഷെ നിശ്ചയം വേണം. പീലാത്തോസ് ആയതുകൊണ്ട് നിശ്ചയം വേണമെന്നില്ല. പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നു, ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? നിശ്ചയമില്ല. 10 രൂപ കൈ കിട്ടിയാൽ ഇതിന് എന്തു ചെയ്യണം? നിശ്ചയമില്ല. ഭക്ഷണം മുമ്പിൽ കിട്ടിയാൽ നിശ്ചയമില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? എല്ലാത്തിനും നിശ്ചയം വേണം. വഴി പോകുന്നവന് വഴി നിശ്ചയമില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നെത്താൻ പറ്റുമോ? അനുഗ്രഹിക്കപ്പെട്ടവരെ, നിശ്ചയം വേണം. എല്ലാത്തിനും ഒരു നിശ്ചയം വേണം. പ്രസംഗിക്കുന്ന എനിക്ക് സമയത്തെക്കുറിച്ചുള്ളൊരു നിശ്ചയം വേണം, ദൈവവചനത്തെക്കുറിച്ചുള്ളൊരു നിശ്ചയം വേണം. നിശ്ചയമില്ലെങ്കിൽ വളരെ ഹെൽപ്ലെസ്സായി, നിസ്സഹായനായി ഒരു ചോദ്യം ചോദിച്ചു പീലാത്തോസ്, യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? സത്യത്തിൽ പീലാത്തോസിൻ്റെ ആ ചോദ്യത്തിൻ്റെ മറവിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരെഴുത്ത് കൊടുത്തയച്ചു. ക്രിസ്തു എന്ന യേശു അവൻ ദൈവപുത്രനാണ്. അവൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യരുത്. അവനൊരു നീതിമാനാണ്. അവൻ നിമിത്തം സ്വപ്നത്തിൽ എനിക്കൊത്തിരി പ്രയാസങ്ങൾ സഹിക്കേണ്ട വന്നു. ഇത് സത്യത്തിൽ നിശ്ചയബോധത്തോടെ, നിശ്ചയത്തോടുകൂടി പീലാത്തോസ് എടുത്തിരുന്നെങ്കിൽ യേശുവിനെ ഞാൻ വെറുതെ വിടുന്നു എന്ന് പറയാമായിരുന്നു. നിശ്ചയം പോരാ. ഭാര്യ എടുത്തു കൊടുത്തയച്ചിട്ടും നിശ്ചയം പോരാ. യേശു രാജാവാണെന്നറിഞ്ഞിട്ടും നിശ്ചയം പോരാ, ഉറപ്പില്ല. സ്വന്തം ഭാര്യ എടുത്തു കൊടുത്തയച്ചിട്ടും നിശ്ചയമില്ല. യേശുവിനെ ഞാൻ എന്നാ ചെയ്യണം? കാരണം എന്താണ്? ഒരു വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുകയാണ്. അവർ പറയുന്നു, അവർ ആരവാരമുണ്ടാക്കുന്നു, കർത്താവിനെ ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക, ബറബായെ വിട്ടുതരിക. ആരവാരവം, പ്രതിഷേധം, പ്രക്ഷോഭങ്ങൾ അധികമുണ്ടാകുമ്പോൾ പലപ്പോഴും നിശ്ചയം നഷ്ടപ്പെടുകയാണ് മനുഷ്യർക്ക്. ഇന്ന് പലരുടെയും നിശ്ചയബോധം നഷ്ടപ്പെടുന്നത് ആരവാരവത്തെ ഭയന്നാണ്, ഭൂരിപക്ഷത്തെ ഭയന്നാണ്. എന്താണെന്നറിയില്ല ചെയ്യേണ്ടത്,
എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മറക്കാതിരിക്കുക, നിശ്ചയമുള്ളവനായിരിക്കണം. ഒരു പറ്റം ജനം പറഞ്ഞു, നീ യേശുവിനെ വിട്ടാൽ നീ കൈസറിൻ്റെ സ്നേഹിതനല്ലെന്ന് ഓർത്തോണം. അടുത്ത വിഷയം കസേര, സ്ഥാനങ്ങൾ, മാനങ്ങൾ. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും ദൈവത്തോടുള്ള നിശ്ചയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. പണം, പ്രതാപം, ജീവിതത്തിൻ്റെ എല്ലാം നിശ്ചയബോധം നഷ്ടപ്പെടുത്തുന്നു നമുക്ക്. സത്യത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാത്തത് ഒരു നിശ്ചയം നമുക്കില്ലാഞ്ഞിട്ടാണ്. ഞാൻ മരിക്കും, ഒരിക്കലേവനും മരിക്കും, നിർണയം. ഒരുങ്ങ എല്ലാവരും മരിക്കുവാൻ, നിർണയമായും ഞാൻ മരിക്കും. ഈ ഒരു നിശ്ചയമാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ യേശുവിനോടുകൂടെ ഞാൻ ചേരും. ഇതൊരു നിശ്ചയമായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ക്രിസ്തു മസ്സിഹായാണ്. ദൈവം അവനെ അങ്ങനെ ആക്കി വച്ചിരിക്കുന്നു. നിശ്ചയമായും വിശ്വസിക്കണം. രണ്ടാമത്, 1 തെസ്സലോനിക്ക 1:5, ഞങ്ങളുടെ സുവിശേഷം ബഹുനിശ്ചയത്തോടു കൂടെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. നിശ്ചയത്തോടു കൂടെ സുവിശേഷം പ്രസംഗിക്കണം. ഉറപ്പോടുകൂടെ വേണം സുവിശേഷം പ്രസംഗിക്കാൻ. പ്രസംഗിക്കുന്നവൻ അതിൽ വിശ്വസിക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു നിശ്ചയം വേണം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതാണ് സുവിശേഷം. ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു നിശ്ചയം വേണം. ഈ പറയുന്ന വചനം എൻ്റെ ദൈവത്താൽ സത്യമാണ്, എൻ്റെ ദൈവത്താൽ ഇത് നടക്കും എന്നൊരു നിശ്ചയം എപ്പോഴും നമുക്ക് വേണം. പലപ്പോഴും നമുക്കൊരു ഉറപ്പില്ല, ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോഴി പെട ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. രാത്രി അതിൻ്റെ ശത്രുവായിരിക്കുന്ന കുറുക്കൻ ആ മരത്തിൻ്റെ താഴെ വന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കോഴിപ്പട ഇരിക്കുന്നുണ്ട് മുകളിൽ. നല്ല ഭക്ഷണം, നല്ല തീറ്റ കിട്ടും. അതിനെ കൊന്ന് തിന്നാൽ സന്തോഷമാകും, വിശപ്പ് മാറും, നല്ലൊരു ഇര. കുറുക്കൻ നോക്കി മുകളിലേക്ക്. പക്ഷെ അസാധ്യമാണ്. കിട്ടുന്നത് എളുപ്പമല്ല, സാധ്യമല്ല. കയ്യെത്താത്ത ദൂരം, ഉയരം. കുറുക്കനിങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കുറുക്കൻ ഒരു ബുദ്ധി കാണിച്ചു. ആ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ 2 പ്രാവശ്യം വലയം വെച്ചു, പ്രദക്ഷിണം ചെയ്തു. കോഴിപ്പടയ്ക്കൊരു പേടി. ഈ പ്രദക്ഷിണം ചെയ്ത് ചുറ്റി വള്ളിയൊക്കെ ചുറ്റി മുകളിലേക്ക് കയറുന്നത് പോലെ ചുറ്റി മുകളിലേക്ക് എങ്ങാൻ കയറി വന്നാൽ എന്നെ പിടിച്ച് തിന്നും. കോഴിപ്പടയ്ക്കൊരു നിശ്ചയമില്ല. ഞാനിരിക്കുന്ന സ്ഥലം ഉന്നതമായ സ്ഥലമാണ്. താഴെ നിൽക്കുന്ന ഒരു ജീവിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നിശ്ചയം ഈ കോഴിപ്പടയ്ക്കുണ്ടായില്ല. കോഴിപ്പട ഇരുന്ന കൊമ്പിൽ നിന്ന് അടുത്ത വൃക്ഷത്തിൻ്റെ കമ്പിലേക്ക് പതുക്കെ ഒന്ന് ചാടാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി, മറയാൻ തുടങ്ങി. അപ്പോൾ താഴെ നിൽക്കുന്ന കുറുക്കന് ഉത്സാഹം കൂടി. അവൻ വീണ്ടും ശക്തമായി ചുറ്റി തുടങ്ങി. കോഴിപ്പടയ്ക്ക് ഉറപ്പില്ല, നിശ്ചയം പോരാ. താനിരിക്കുന്ന സ്ഥാനം, താനിരിക്കുന്ന ഉയരം അസാധ്യമാണ്. ഈ കുറുക്കന് അസാധ്യമാണ് എന്നെ ആർക്കും ഉപദ്രവിക്കാൻ. ഞാനിരിക്കുന്ന അത്ര ബലമുള്ള വൃക്ഷത്തിൻ്റെ മുകളിലാണ്. കുറുക്കൻ എത്ര ശ്രമിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറപ്പ്, നിശ്ചയം ആ കോഴിപ്പടയ്ക്ക് നഷ്ടപ്പെട്ടു. കോഴിപ്പട കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിയാടിയിട്ട് നേരെ പറന്ന് താഴോട്ട് ചാടി. താഴെ ചാടിയപ്പോൾ കോഴിപ്പട കുറുക്കൻ്റെ വായിലിരുന്നു. നിശ്ചയമില്ലാത്തവൻ പരാജയപ്പെടും, ഉറപ്പില്ലാത്തവൻ തോറ്റുപോകും. യേശുക്രിസ്തുവിൽ ഉറയ്ക്കണം.
ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊരുറപ്പായിരിക്കണം ദൈവമക്കൾക്ക്. ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിൽ ആകട്ടെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കും. അതാണ് ഉറപ്പ്, അത് നിശ്ചയമാണ്. പൗലോസ് പറഞ്ഞു, കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായി നിത്യമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് നിശ്ചയം. ആ ഉറപ്പാണ് ദൈവമക്കൾക്ക് വേണ്ടത്. അതാണ് ഉറപ്പ്. അതിൻ്റെ പേരാണ് ഉറപ്പ്. സ്നേഹിതന്മാരെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഒരു നിശ്ചയം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. പച്ച ഇറച്ചിയിൽ ഇരുമ്പാണി അടിച്ച് താത്തിയത് എനിക്ക് വേണ്ടിയാണ്. അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റത് എനിക്ക് വേണ്ടിയാണ്. അവൻ്റെ തലയിൽ മുൾക്കിരം അടിച്ചു താത്തിയത് എനിക്ക് വേണ്ടിയാണ്. ഞാനതിൽ വിശ്വസിക്കുന്നു. ഒരുറപ്പ് ദൈവമക്കൾക്ക് വേണം. പഴയ കാലത്ത് കൊച്ചു പിള്ളേരോടൊക്കെ സാറുമാർ ക്ലാസ്സിൽ ചെന്ന് ഓരോ ചോദ്യം ചോദിക്കും. 7 ഗുണം 2 എത്രയാ മോനെ, എത്രയാടാ? കൊച്ചു പേടിച്ചിട്ട് പറയും, സാറ് 14. ബുദ്ധിയുള്ള സാറ് ഇവൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ 14? ഉടനെ ആ കൊച്ച്, അല്ല സാറേ സോറി 15. ഒന്നോടെ പേടിപ്പിച്ചാൽ, അല്ല സാറേ 16. കൊച്ചിന് നിശ്ചയം പോരാ. 14 ആ വിദ്യാർത്ഥിക്ക് ഒരു നിശ്ചയമില്ല, ഉറപ്പില്ല. അവനെങ്ങനെ ചാഞ്ചലപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഓർക്കുക, ഇന്നത്തെ കാലത്തൊക്കെ നടക്കുകയില്ല. ഇന്നത്തെ കാലത്തൊരു കൊച്ചിനോട് 7 2 എത്രയാടാ? 14. 14 പിന്നെ എത്രയാ സാറേ? തിരിച്ചു ചോദിക്കും. അക്കാലമാണ് ഇന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വിവരിക്കുന്നില്ല. നിശ്ചയമുള്ള ദൈവമക്കളായിരിക്കണം. നിങ്ങളുടെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് നിശ്ചയം വേണം. വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എബ്രായ ലേഖനം 6:11 പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. എബ്രായ ലേഖനം 6:11 പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം. നമുക്ക് എന്നും ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യാശ. ആശയ്ക്ക് വിരോധമായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. പ്രത്യാശയുള്ള ദൈവമക്കളായിരിക്കണം. ഏത് പ്രതിസന്ധിയിൽ കൂടെ കടക്കേണ്ട വന്നാലും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. രോഗശൈലിയിൽ കിടക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. പ്രകാശത്തെ ശ്രദ്ധിക്കുക. പ്രകാശം ഏത് അഴുക്ക് പിടിച്ച ദുർഗന്ധമുള്ള സ്ഥലത്തുകൂടെ പ്രകാശം കടന്നു വന്നാലും പ്രകാശത്തിന് ദുർഗന്ധമില്ല. ഏത് മാലിന്യമുള്ള സ്ഥലത്തുകൂടെ പ്രകാശം കടന്നു വന്നാലും പ്രകാശത്തിൽ ദുർഗന്ധം പിടിക്കത്തേയില്ല. നേരെ മറിച്ച് ഒരു കാറ്റാണ് ആ ദുർഗന്ധമുള്ള സ്ഥലത്തുകൂടെ കടന്നു വരുന്നതെങ്കിൽ കാറ്റ് പോകുന്ന വഴിക്കെല്ലാം വിടക്ക് നാറ്റമായിരിക്കും, മണമായിരിക്കും, ദുഷ്ടമായിരിക്കുന്ന ഒരന്തരീക്ഷമായിരിക്കും. ഏത് ഭാഗത്തൂടെ കടന്നു പോയാലും പ്രകാശം തൻ്റെ തനിമ സൂക്ഷിക്കണം. ദൈവമക്കൾ ഓർക്കുക, ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും നിങ്ങൾ പ്രത്യാശയിൽ നിശ്ചയമുള്ള ദൈവമക്കളായിരിക്കണം. എനിക്ക് പ്രത്യാശയുള്ളവനാണ് ഞാൻ നഷ്ടപ്പെടുകയില്ല. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ് എന്നെ കാക്കുന്ന ദൈവം എനിക്കായി വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ അവൻ മന്ന തരുന്ന ദൈവമാണ്. എനിക്ക് ദാഹിക്കുമ്പോൾ അവൻ കുടിക്കാൻ തരുന്ന ദൈവമാണ്. ഇതാണ് നിശ്ചയം. എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം പോറ്റി പുലർത്തും. അതാണ് നിശ്ചയം. വളരെ ഉറപ്പാണ്. രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശ പ്രവാചകൻ്റെ മുമ്പിൽ ചെന്ന തൻ്റെ വേദനയും തൻ്റെ പ്രതിസന്ധിയും അറിയിക്കുകയാണ്.
അവളുടെ ഉള്ളിൽ ഒരു നിശ്ചയമായ വിശ്വാസമുണ്ട്. പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ നിരത്തി വെച്ചാൽ കിട്ടും ഗുണം എന്ന ഉറപ്പായിരുന്നു അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്, നിശ്ചയമായിരുന്നു. അവൾ ചെന്ന് എലീശ പ്രവാചകനോട് പറഞ്ഞു, ഗുരോ, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തൻ, അവൻ മരിച്ചുപോയി. എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. എനിക്കവരെ മോചിപ്പിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ബാധ്യത വന്നിരിക്കുന്നു. ഞാൻ കടബാധ്യതയുള്ളൊരു സ്ത്രീ, കുഞ്ഞുങ്ങളോ അടിമകളായി അലയുന്നു. ഞാൻ എന്തു ചെയ്യണം? ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു, ഒരു നിശ്ചയമുണ്ടായിരുന്നു, പ്രത്യാശയുടെ ഉറപ്പുണ്ടായിരുന്നു. എന്താ ഉറപ്പ്? ഈ പ്രവാചകൻ ശ്രമിച്ചാൽ, ഈ പ്രവാചകന് മനസ്സു വന്നാൽ, ഈ പ്രവാചകൻ എന്നെ അനുഗ്രഹിച്ചാൽ എൻ്റെ പ്രതിസന്ധിക്ക് നീക്കുപോക്കുണ്ടായി പ്രത്യാശയോടെ മടങ്ങിപ്പോകാൻ എനിക്ക് സാധിക്കുമെന്ന് ആ സ്ത്രീക്കറിയാമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെല്ലുക. പ്രത്യാശയുള്ളവരായി നിങ്ങൾക്ക് മടങ്ങിപ്പോരാം. ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. പ്രത്യാശയുള്ളവരായി നിങ്ങൾ മടങ്ങിപ്പോരും. കടബാധ്യതയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഉറക്കെ വിശ്വസിക്കുക. പ്രത്യാശയുള്ളവരായി നിങ്ങൾക്ക് മടങ്ങി വരാം. ചുവില്ലാത്ത മക്കളുടെ മാതാപിതാക്കന്മാർ എന്നെ കേൾക്കുന്നെങ്കിൽ ഉറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നിന്റെ മകൻ രക്ഷപ്പെടും, നിന്റെ മക്കൾ നേരെയാകും. ഈ സ്ത്രീ പ്രാർത്ഥിച്ചു, ഈ സ്ത്രീ അപേക്ഷിച്ചു, എന്തെങ്കിലും എനിക്ക് സഹായം തരണം. പ്രവാചകൻ അവളുടെ പ്രത്യാശയ്ക്ക് ഒത്തവണ്ണം അവളെ അനുഗ്രഹിക്കുകയാണ്. എന്താണ് നിൻ്റെ കയ്യിലുള്ളത്? എന്താണ് നിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത്? വളരെ ഉറപ്പോടുകൂടി, പ്രത്യാശയോടുകൂടി, നിശ്ചയബോധത്തോടുകൂടി അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. ഉള്ളതിനെക്കുറിച്ച് അവൾക്കൊരു പ്രത്യാശ, ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന പ്രത്യാശ. അതാണ് ആ സ്ത്രീയുടെ അനുഗ്രഹം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യാശയോ സന്തോഷമോ ഇല്ല, മറിച്ച് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള നിരാശയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, ഉള്ളതിനെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കണം, ഇല്ലാത്തതിനെക്കുറിച്ച് നിരാശയുള്ളവരായിരിക്കരുത് നമ്മൾ. ഇത്രയും ഉണ്ടല്ലോ, ദൈവം ഇത്രയും നടത്തിയല്ലോ, എൻ്റെ ദൈവം ഇത്രയൊക്കെ തന്നല്ലോ, ഇവിടം വരെ ഞാൻ ജീവിച്ചല്ലോ. ഇതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ഭരണിയുണ്ട്, ഒരു ഭരണി എണ്ണയുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന, പ്രവാചകൻ്റെ കൽപ്പന, ചെല്ല് അയൽവക്കത്തുനിന്ന് ഒത്തിരി കാലിപ്പാത്രങ്ങൾ കടം വാങ്ങും. ആ കാലിപ്പാത്രത്തിലേക്ക് എണ്ണയുള്ള പാത്രത്തിൽ നിന്നും പകരുക, നിറയട്ടെ, ഭാരങ്ങൾ തീരട്ടെ. നിറഞ്ഞു കഴിയുമ്പോൾ ആ എണ്ണ വിൽക്ക്, കിട്ടുന്നത് കൊണ്ട് മക്കളെ മോചിപ്പിക്ക്. പോരാ, ബാക്കിയുണ്ടാകും, അതുകൊണ്ട് ഉപജീവനം കൂടെ കഴിക്ക്. പ്രത്യാശയോട് ചെന്നാൽ നിരാശ മാറിക്കിട്ടും, പ്രതിസന്ധി മാറിക്കിട്ടും. ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു. മാത്രമല്ല, കാലിപ്പാത്രം കടം വാങ്ങാൻ പോയപ്പോൾ അവൾ സംശയിച്ചില്ല. ഈ കഷ്ടപ്പാടെല്ലാം കഴിച്ച് ഇവിടെ വരുമ്പോൾ എൻ്റെ ദൈവമേ, എണ്ണ ഒഴിച്ചാൽ ഒരു പാത്രം നിറഞ്ഞിട്ട് ബാക്കി പാത്രം നിറയാനുള്ള എണ്ണ ഇതിനകത്തില്ലല്ലോ എന്നുള്ള അല്പവിശ്വാസം ആ സ്ത്രീയെ ബാധിച്ചില്ല. അവൾ നിശ്ചയമുള്ള, പ്രത്യാശയുള്ള ഒരു ദൈവവൈദ്യരായി മാറി. എൻ്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചത്, എൻ്റെ പ്രവാചകൻ എന്നോട് അരുളി ചെയ്തത് നിശ്ചയമായും ഞാൻ നിവർത്തിക്കും. അവിടെയാണ് ദൈവമക്കൾ ഓർക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്തു പറഞ്ഞുവോ നിശ്ചയമായും നമുക്ക് വിശ്വസിക്കാം. എൻ്റെ കർത്താവ് മടങ്ങി വരും, നിശ്ചയമായും വിശ്വസിക്കണം. സാധ്യമാകുമോ എന്നുള്ളതല്ല, സാധ്യമാകും എന്ന് വിചാരിക്കണം. എന്തു കിട്ടും എന്നുള്ളതല്ല, എന്തും കിട്ടും എന്ന് വിചാരിക്കണം. ആര് സഹായിക്കും എന്നുള്ളതല്ല, എല്ലാവരും സഹായിക്കും എന്ന പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ആർക്കും
എന്നെ വേണ്ട എന്നുള്ളതല്ല, എല്ലാവർക്കും എന്നെ ആവശ്യമാണെന്നുള്ള ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ അന്യനല്ല, ഞാൻ വില കുറഞ്ഞ ആളല്ല, ഞാൻ വിലയുള്ളതാണ്, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. കാലിപ്പാത്രങ്ങൾ കടം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിൽ നിശ്ചയമായും ഒരു പ്രത്യാശ. എണ്ണ നിറയും, എണ്ണ ഞാൻ വിൽക്കും, കാശ് വരും, മക്കളെ മോചിപ്പിക്കും, ഉപജീവനം കഴിക്കും. ആ പ്രത്യാശയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി അവൾ അങ്ങനെ ചെയ്തു. എണ്ണ നിറഞ്ഞു, പാത്രം നിറഞ്ഞു, വിറ്റു, പണം കിട്ടി, മക്കളെ മോചിപ്പിച്ചു, ഉപജീവനം കൂടെ കഴിച്ചു. വാക്കുകൾ നിർത്തട്ടെ. നിശ്ചയമുള്ള ദൈവമക്കളായിത്തീരണം. ജീവിതത്തിലെല്ലാം നിശ്ചയം, ദൈവവചനത്തിൽ നിശ്ചയം, വിശ്വാസത്തിൽ നിശ്ചയം, നിശ്ചയബോധത്തോടുകൂടി, അർപ്പണബോധത്തോടുകൂടി ജീവിപ്പാൻ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകട്ടെ. നിരാശപ്പെടരുത്. പ്രത്യാശയുള്ളവരായി തീരാൻ യേശു നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. Somebody